നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇൻട്രാഡേ സ്റ്റോക്ക് ഓപ്ഷനിൽ അല്ലെ ഇൻട്രാഡേ ഓപ്ഷനിൽ സ്റ്റോക്ക് ഓപ്ഷൻ എന്നല്ല എനി ഓപ്ഷനിൽ വർക്ക് ചെയ്യാം അല്ലെ ഇൻട്രാഡേയിൽ ബേസിക്കലി എഫക്റ്റീവ് ആയിട്ടുള്ള 3 പ്രൈസ് ആക്ഷൻ ടെക്നിക്കിനെ കുറിച്ചാണ്. ഇൻട്രാഡേ മാത്രമല്ല, ഇത് ലോങ് ടൈം സ്വിംഗ് ട്രേഡിൽ ഉപയോഗിക്കാം, ഇത് ഷോർട്ട് സ്വിംഗ് ട്രേഡിൽ ഉപയോഗിക്കാം. എനി ട്രേഡ്സിൽ ഉപയോഗിക്കാവുന്ന 3 പ്രൈസ് ആക്ഷനെ കുറിച്ചുള്ള ഒരു ചെറിയ സമ്മറിയാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ബേസിക്കലി ഇൻട്രാഡേ സ്റ്റോക്ക് ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ അല്ല. കാരണം ഇൻട്രാഡേ സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒരു പരിധിവരെ നമ്മളെ കാൽക്കുലേഷനിൽ ആ ഇൻട്രാഡേ സ്റ്റോക്ക് ഓപ്ഷൻ കയ്യിൽ നിൽക്കും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കമ്പയർഡ് ടു നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അത്രയും വോളറ്റിലിറ്റി ഇല്ലെന്നുള്ളതാണ്. നമുക്ക് നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റും നമ്മൾ പ്രൈസ് ആക്ഷനെ കുറിച്ച് തറവാണെങ്കിൽ. മൂന്നാമത്തെ കാര്യം, നമുക്കൊരു സ്കാൽപ്പിംഗ് മതി, നമുക്ക് കൂടുതലായിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു 3-4 ക്യാൻഡിൽ സ്കാൽപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള റിട്ടേൺ ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട വലിയ കാര്യം വെച്ചാൽ എല്ലാ പ്രൈസ് ആക്ഷനും എല്ലാ ടൈം ഫ്രെയിമിലും എല്ലാ മാർക്കറ്റിലും എല്ലാ രീതിയിലുള്ള ട്രേഡ്സിലും വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഞാനൊരു ഗാമ തീറ്റ ഡെൽറ്റ ഒന്നും നോക്കി ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഞാൻ പ്യുവർ പ്രൈസ് ആക്ഷൻ മാത്രമാണ് ഓപ്ഷനിൽ ഇൻട്രാഡേ ഓപ്ഷനിൽ ചെയ്യുന്നത്. ഞാൻ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാറില്ല. ബേസിക്കലി വോളിയം ആൻഡ് പ്രൈസ് മാത്രമേ ഞാൻ എൻ്റെ ട്രേഡ്സിന് ഉപയോഗിക്കാറുള്ളൂ. ഇത് മാത്രം മതി ശരിക്കും എന്നെ സംബന്ധിച്ച് ട്രേഡ് ചെയ്യാനായിട്ട്. ഞാൻ വേറെ EMAയോ അല്ലെങ്കിൽ RSIയോ അല്ലെങ്കിൽ MACDയോ സ്റ്റോക്കാസ്റ്റിക്സോ ഒന്നും ഉപയോഗിക്കുന്നൊരു വ്യക്തിയല്ല. ബേസിക്കലി എന്നെ സംബന്ധിച്ച് പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു വോളിയം, അത് മാത്രമല്ല ക്യാൻഡിൽ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്, ക്യാൻഡിൽ വിക്സ് എങ്ങനെയാണ് കാണിക്കുന്നത്, ഇതൊക്കെയാണ് ബേസിക്കലി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം. അങ്ങനെ സിസ്റ്റം ഫോളോ ചെയ്യുമ്പം ചില പാറ്റേൺസ് നമുക്ക് വളരെയേറെ സപ്പോർട്ട് ചെയ്യും ശരിക്കും. അങ്ങനത്തെ 3 പാറ്റേണിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്നിൽ കൂടുതൽ പാറ്റേൺ ഒരു എനർജി പോയിന്റിൽ അല്ലെ ഒരു എനർജി സോണിൽ അത് വർക്ക് ചെയ്യുമ്പോൾ അത് റിട്ടേൺ തരാനുള്ള സാധ്യത വളരെ വളരെ ഹ്യൂജ് ആയിരിക്കും. ഇപ്പോൾ ഇന്ന് നിങ്ങളോട് പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, പെനൻറ്റ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. പെനൻറ്റ് എന്ന് പറയുന്ന പാറ്റേൺ ബേസിക്കലി ബുളിഷ് പെനൻറ്റും ഉണ്ട്, ബെയറിഷ് പെനൻറ്റും ഉണ്ട്. ബേസിക്കലി സ്റ്റോക്ക് എപ്പോഴും മൂവ് ചെയ്യുന്നത് ആക്സിലേഷൻ പുൾ ബാക്ക് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അതിൽ പുൾ ബാക്കിൽ ബേസിക്കലി പുൾ ബാക്ക് കംപ്ലീഷനിൽ കാണുന്നൊരു പ്രക്രിയയാണ് പെനൻറ്റ് എന്ന് പറയുന്ന ഫോർമേഷൻ. സത്യത്തിൽ നമുക്ക് ഫ്ലാഗ് കഴിഞ്ഞിട്ട് നോർമൽ കേസിൽ പെനൻറ്റ് കിട്ടാറുണ്ട്. എസ്പെഷ്യലി ഹൊറിസോണ്ടൽ സ്ട്രക്ചറിലുള്ള ഒരു ഫ്ലാഗ് സ്ട്രക്ചറിലാണ് കൂടുതലായിട്ട് നമുക്ക് പെനൻസ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ. ബുളിഷ് പെനൻറ്റും ഉണ്ട്, ബെയറിഷ് പെനൻറ്റും ഉണ്ട്. പെനൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആയിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ ആണ്. വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ, ഒരു മദർ ക്യാൻഡിൽ ഉള്ളിൽ ബാക്കിയുള്ള ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ട് ആ ക്യാൻഡിലിൽ ഒരു വോളറ്റിലിറ്റി ഫോം ചെയ്യുമ്പോൾ വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ സംഭവിക്കും. ആ ഫോർമേഷൻ്റെ ആ റേഞ്ച് കുറയും തോറും അത് പവർഫുള്ളായിട്ട് അത് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ കഴിഞ്ഞിട്ട് ഇത് എക്സ്പ്ലോഡിൻ്റെ ചാൻസ് എപ്പോഴും ഉണ്ട്. ഓൾവേസ് ദിസ് എക്സ്പ്ലോഡ്സ്. അത് മുകളിലേക്ക് പോകാം, എക്സ്പ്ലോഷൻ താഴത്തേക്ക് പോകാം, ബ്രേക്ക് ഔട്ട് ആയി പോകാൻ പറ്റും, ബ്രേക്ക് ഡൗൺ ആയിട്ട് പോകാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് പറയുന്ന മൂന്നാമത്തെ കാര്യം റേഞ്ച് ബ്രേക്ക് ഔട്ടാണ്. ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട്. ഇത് 3ഉം ഒരേപോലെ ഒരു സോണിൽ കിട്ടുകയെന്ന് വെച്ചാൽ ഐസിങ് ഓൺ കേക്ക് നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ വെനസ്ഡേയിൽ ഡിക്സന്റെ ചാർട്ടിൽ കിട്ടിയ ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, എനിക്ക് ബെഞ്ച് മാർക്സ് എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനലുണ്ട്. ഈ ചാനലിൽ സാധാരണ എൻ്റെ ട്രേഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സാധാരണ എൻ്റെ പ്രോഫിറ്റ് പാർട്ടും ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്ത് പ്രൈസ് ആക്ഷനിലാണ് ഈ ഒരു ചാർട്ട് ഷെയർ ചെയ്യുന്നുള്ളതെന്ന് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പ്രോഫിറ്റ് പാർട്ട് എന്ന് പറയുമ്പം പ്രോഫിറ്റ് കിട്ടിയ ഒരു പാർട്ട് ആൻഡ് എടുത്ത നമ്പർ ഓഫ് ലോട്ട്സ് മാത്രം ഞാൻ ഒരു ഡാർക്കൻ ചെയ്തിട്ട് എൻട്രി പ്രൈസും എക്സിറ്റ് പ്രൈസുകളും ബ്രോക്കറിൻ്റെ പേജാണ് ഷെയർ ചെയ്യാറുള്ളത്. എന്താണ് പ്രൈസ് ആക്ഷൻ ഉള്ളത്, എന്ത് പ്രൈസ് ആക്ഷനിലാണ് സ്റ്റോക്ക് ചെയ്യുന്നത് കൂടെ ഷെയർ ചെയ്യാറുണ്ട്. കാര്യം ആൾക്കാർക്ക് ഒരു ലേണിംഗ് ആയിട്ട് എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. താങ്കൾക്കും ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റിലുണ്ടെങ്കിൽ താങ്കൾക്ക് ബെഞ്ച് മാർക്സ് എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ദിസ് ഈസ് ആബ്സൊല്യൂട്ട്ലി നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ടെലഗ്രാം. ഇത് ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ ചാനലൊന്നുമല്ല. ഇത് ജസ്റ്റ് ലേണിങ്ങുള്ള ഇൻപുട്സ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതും എൻ്റെ ട്രേഡ്സിന് ശേഷം മാത്രമാണ് ഞാൻ അതിൻ്റെ അകത്ത് എന്താ പറയേണ്ടത്, ബേസിക്കലി ചാർട്ട്സ് ഷെയർ ചെയ്യുന്നത്. കാര്യം ആൾക്കാർ പഠിക്കണം, ആൾക്കാർ പഠിച്ച് ഡെവലപ്പ് ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്, പ്രതീക്ഷയിലാണ് നമ്മൾ ചാർട്ട്സൊക്കെ ഷെയർ ചെയ്യുന്നത്. ധാരാളം ആൾക്കാർ പഠിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, താങ്കൾക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ചാർട്ട്സിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ബിയോണ്ട് എവറിത്തിങ്, ബിയോണ്ട് ഡെൽറ്റ തീറ്റ ഗാമ അല്ലെങ്കിൽ ബിയോണ്ട് ഇൻഡിക്കേറ്റേഴ്സ്, നിങ്ങൾ പ്യുവർ പ്രൈസ് ആക്ഷൻ ട്രേഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോക്ക് പിക്കാണ് ഏറ്റവും ക്രിട്ടിക്കൽ പാർട്ട്. തലേ ദിവസം രാത്രി ഇരുന്ന് ഒരു മണിക്കോ 2 മണിക്കോ ഇരുന്ന് നിങ്ങൾക്ക് 4-5 സ്റ്റോക്ക് സെലക്ട് ചെയ്യാൽ നല്ല സമയ കേസസിൽ നിങ്ങൾക്ക് യു ക്യാൻ റിമെയിൻ ആസ് ഹ്യൂജ്ലി സക്സസ്ഫുൾ ട്രേഡർ ഇൻ സ്റ്റോക്ക് എന്താ പറയേണ്ട ഇൻട്രാഡേ ഓപ്ഷൻ. ശരിക്കും അത് പഠിക്കാനുള്ള സംഗതിയാണ്. അതിനകത്ത് പ്രൈസ് ആക്ഷൻ കൂടെ ചേരുമ്പോഴാണ് നമ്മൾ ബെസ്റ്റ് ട്രേഡ് കിട്ടുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ സ്റ്റുഡൻസിനോടും എന്നെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരോട് പറയും, സ്വിംഗ് ട്രേഡ് കഴിഞ്ഞാണ് ഇൻട്രാഡേ പഠിക്കേണ്ടത്. കാരണം സ്വിംഗ് ട്രേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഇൻട്രാഡേയിൽ നമ്മൾ തീർച്ചയായും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇൻട്രാഡേ പഠിക്കുകയാണ് ചെയ്യുന്നത്. സ്വിംഗ് ട്രേഡ് തറവാക്കുക, അതിനുശേഷം ഇൻട്രാഡേയിൽ വരിക. യു ക്യാൻ റിമെയിൻ സക്സസ്ഫുൾ. നമുക്ക് ചാർട്ടിലേക്ക് കിടക്കാം.
വളരെ മനോഹരമായിട്ടുള്ള 3 പ്രൈസ് ആക്ഷൻസ് ഒരേ സോണിൽ സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ബേസിക്കലി ഇത് ഇൻട്രാഡേക്കും ചെയ്യാൻ പറ്റും, ഇൻട്രാഡേ ഓപ്ഷനും ചെയ്യാൻ സാധിക്കും തീർച്ചയായും. ബേസിക്കലി ഈ ചാർട്ട്സ് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്. ഈ പ്രൈസ് ആക്ഷൻ ഇത് സംഭവിച്ചത് കഴിഞ്ഞ വെനിസ്ഡേ ആണ്. ഡിക്സന്റെ ചാർട്ടിലാണ്, ഡിക്സൺ ടെക്നോളജി ചാർട്ടിലാണ് സംഭവിച്ചത്. 5 മിനിറ്റ് ചാർട്ടിലാണ് സംഭവിച്ചത്. അപ്പോൾ 3 പ്രൈസ് ആക്ഷൻ ഞാൻ നിങ്ങളോട് വിവരിക്കാം. ഫസ്റ്റ് പെൻ ആൻഡ് ബ്രേക്ക്ഔട്ട് ആണ്, സെക്കൻഡ് ഇൻസൈഡ് ക്യാൻഡിൽ വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ ബ്രേക്ക്ഔട്ട് ആണ്, മൂന്നാമത്തെ റേഞ്ച് ബ്രേക്ക്ഔട്ട് ആണ്. ഇതാണ് ഡിക്സന്റെ ചാർട്ട് അല്ലേ. ഡിക്സൺ ഈ പറയുന്ന ഒരു ട്രെൻഡിങ്ങിലാണ്. ട്രെൻഡിൽ വന്നതിന് ശേഷം ഇത് ഇവിടെ പുൾ ബാക്കിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് പെൻ ആൻഡ് ബ്രേക്ക്ഔട്ട് ആണ്. പെൻ ആൻഡ് ബ്രേക്ക്ഔട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ബേസിക്കലി പെൻ ആൻഡ് ബ്രേക്ക്ഔട്ട്സ് നോർമലി വർക്ക് ചെയ്യുന്നത് ഈ സ്റ്റേജ് 3 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ്. സ്റ്റോക്കിന്റെ അത് പുൾ ബാക്കിലെ സ്റ്റേജ് 3 എന്ന കൺസെപ്റ്റിലാണ് പെൻ ആൻഡ് ബ്രേക്ക്ഔട്ട്സ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റേജ് 3 സ്റ്റോക്ക് വന്നതിന് ശേഷം ഒരു ചെറിയ ബ്രേക്ക്ഔട്ട്, ഏതാനും മിനിമം ക്യാൻഡിൽസ് അതിൻ്റെ അത് കാണത്തുള്ളൂ, അവിടുന്ന് ബ്രേക്ക്ഔട്ട് കൊടുത്ത് സ്റ്റോക്ക് കയറിപ്പം ബേസിക്കലി പെൻ ആൻഡ് ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണ്. സോ നമ്മളിവിടെ എന്താ കാണുന്നത്, നമുക്കിവിടെ ബ്രേക്ക്ഔട്ട് നോക്കാം. ഇത് കണ്ടോ, ഈ ലെവലിൽ നിന്ന് നിങ്ങൾ നോക്കൂ എന്താ സംഭവിച്ചെന്ന് നോക്കൂ. ഈ ലെവലിൽ നിന്ന് നേരെ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് കൊടുത്തു. സോ ഇതാണ് പെൻ ആൻഡ് ബ്രേക്ക്ഔട്ട്. ഈ ബ്രേക്ക്ഔട്ട്സ് നിങ്ങൾ സാധാരണ പ്രൈസ് ആക്ഷനിൽ സാധാരണ കാണുന്ന ഒരു ബ്രേക്ക്ഔട്ടാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബ്രേക്ക്ഔട്ട്സ് കറക്റ്റായിട്ട് നമുക്ക് കണ്ണിന് ഐസിന് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ക്യാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഹോംവർക്സ് നല്ലോണം ചെയ്താൽ മാത്രമേ പെൻ ആൻഡ് ബ്രേക്ക്ഔട്ട്സ് കിട്ടത്തുള്ളൂ. പെൻ ആൻഡ് ബ്രേക്ക്ഔട്ട് ബേസിക്കലി കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി അടുത്തത് ഇൻസൈഡ് ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് എന്ന് പറയും. ഇൻസൈഡ് ക്യാൻഡിലിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു മദർ ക്യാൻഡിൽ, ഇതൊരു മദർ ക്യാൻഡിലാണ്. ദിസ് ഇസ് എ മദർ ക്യാൻഡിൽ. ഈ മദർ ക്യാൻഡിൽ ഉള്ളിൽ ബാക്കിയുള്ള ക്യാൻഡിൽസ് എല്ലാം ഒന്ന് നിൽക്കുക ശരിക്കും. ഇതാണ് ഒരു മദർ ക്യാൻഡിൽ. മദർ ക്യാൻഡിൽ കംപ്ലീറ്റ് ഉള്ളിൽ, ആ മദർ ക്യാൻഡിലിന്റെ റേഞ്ചിനുള്ളിൽ ബാക്കി 1, 2, 3, 4, 5, 6, 7, 8ാമത്തെ ക്യാൻഡിലാണ് ബ്രേക്ക്ഔട്ട് കൊടുത്തത്. ഇതിൻ്റെ ഡിക്സണിൽ ബ്രേക്ക്ഔട്ട് കൊടുത്തത്. ഈ മദർ ക്യാൻഡിനുള്ളിൽ ബാക്കിയുള്ള ക്യാൻഡിൽ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ എന്ന് പറയും. എന്താണ് വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ? നമ്മൾ സ്പ്രിങ്ങിനെ അമർത്തി പിടിച്ചാൽ കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ നമ്മൾ വിരൽ വിട്ടാൽ സ്പ്രിങ് ഭയങ്കരമായിട്ട് ഷൂട്ടപ്പായി മുകളിലേക്ക് വരും. അതാണ് വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ. ആ മുകളിലേക്ക് വരുന്ന പ്രവണതയെ പറയുന്ന പേരാണ് എക്സ്പാൻഷൻ. വളരെ ക്രിട്ടിക്കലായിട്ട് മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന ഒരു പ്രൈസ് ആക്ഷൻ കൺസെപ്റ്റ് ആണ് വോളറ്റിലിറ്റി കോൺട്രാക്ഷനും എക്സ്പാൻഷനും. ശ്രദ്ധിക്കണം, ഇതിൻ്റെ അകത്തുള്ള ഒരു കൺസെപ്റ്റ്, വേറെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ റേഞ്ച് കുറയും തോറും എക്സ്പാൻഷൻ്റെ പവർ കൂടിക്കൊണ്ടിരിക്കും, റേഞ്ച് കൂടും തോറും എക്സ്പാൻഷൻ്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഇവിടെ മിനിമൽ റേഞ്ചിലാണ് സംഭവിച്ചത്, ചെറിയ റേഞ്ചാണ്. സോ ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ 5100 മുതൽ 5032, ഹാർഡ്ലി 68 രൂപയുടെ റേഞ്ചേ ഉള്ളൂ. ആ റേഞ്ച് കഴിഞ്ഞിട്ട് ഹ്യൂജ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തു. ആ 2 ക്യാൻഡിൽ എക്സ്പാൻഡ് ചെയ്ത ക്യാൻഡിൽസ് നോക്കും നിങ്ങൾ. എക്സ്പാൻഷൻ സംഭവിച്ച 5099 അവിടുന്ന് ആ 5189 വരെ പോയി. സംതിങ് ക്ലോസ് ടു 190 റുപ്പീസാണ് എക്സ്പാൻഷൻ വന്നത്. ശരിക്കും ഞാൻ ഈ സ്റ്റോക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇൻട്രാഡേ സ്റ്റോക്ക് ഓപ്ഷനിൽ ചെയ്ത സ്റ്റോക്കാണ്. ഞാൻ സാധാരണ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഷീറ്റും അതുപോലെ തന്നെ എന്ത് പ്രൈസ് ആക്ഷനിൽ ചെയ്യുന്നുള്ളതിൻ്റെ ഡീറ്റെയിലും സാധാരണ ബെഞ്ച് മാർക്സ് എന്ന് പറയുന്ന എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. ഷെയർ ചെയ്യുന്നത് ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രൈസ് ആക്ഷൻ കണ്ട് പഠിക്കാൻ വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത് ശരിക്കും. അപ്പം നമ്മൾ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പ്രോഫിറ്റ് ഷീറ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ ഇതാണ് രണ്ടാമത്തെ പ്രൈസ് ആക്ഷൻ. വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ വന്നു, സെയിം ഫേസിലാണ് വന്നത്, ഇതേ ഏരിയയിൽ. ആദ്യം നമ്മൾ കണ്ടു ഒരു പെൻ ബ്രേക്ക്ഔട്ട് കണ്ടു. രണ്ടാമത് എന്താ കണ്ടത്? വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ ആണെന്നുണ്ട്. ഇനി മൂന്നാമത്തെ രസം എന്താണെന്ന് അറിയാം, ഇവിടെ തന്നെ നമുക്കൊരു റേഞ്ച് ബ്രേക്ക്ഔട്ട് നമുക്ക് കിട്ടി. ഈ റേഞ്ച് നിങ്ങൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക, ലെഫ്റ്റിലേക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ദിസ് ഇസ് എ റേഞ്ച്. അവിടെ തന്നെ റേഞ്ച് ബ്രേക്ക്ഔട്ട് സംഭവിച്ചു. ആ റേഞ്ച് ബ്രേക്ക്ഔട്ട് ക്യാൻഡിലാണ് ഇത് ശരിക്കും. റേഞ്ച് ബ്രേക്ക്ഔട്ട് ക്യാൻഡിലാണ് നോക്കുക. അപ്പോൾ 3 പ്രൈസ് ആക്ഷൻ പോയിന്റ്സ് ഒരുമിച്ച് വന്നൊരു സോണാണിത് ശരിക്കും. ആ സോണിൽ നാച്ചുറലി 3 പ്രൈസ് ആക്ഷൻ എനർജീസ് ആണ്. പോസിറ്റീവ് എനർജി ഒരേപോലെ സംഭവിക്കുമ്പോൾ നാച്ചുറലി സ്റ്റോക്കിനെ അത് ഹ്യൂജായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇത് സാധാരണ ഞാൻ ബേസിക്കലി ഇൻട്രാഡേ ഓപ്ഷൻ, സ്റ്റോക്ക് ഓപ്ഷൻ മാത്രമാണ് ഞാൻ സാറിന് ചെയ്യാറുള്ളത്. ഞാൻ ഇങ്ങനത്തെ പ്രൈസ് ആക്ഷൻ മാത്രമാണ് നോക്കുന്നത്, വേറെ ഒരു കാര്യം നോക്കാറില്ല. ഞാൻ ഡേറ്റാ പോയിന്റ്സും ഇങ്ങനത്തെ പ്രൈസ് ആക്ഷൻ മാത്രമേ നോക്കാറുള്ളൂ, പ്രൈസ് ആക്ഷൻ്റെ ബേസിൽ മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ 3 പ്രൈസ് ആക്ഷൻ്റെ ഒരേപോലെ എനർജൈസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ ഈ കണ്ടത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കയറി പോയി പോക്ക് നോക്ക്. സ്റ്റോക്ക് കയറി അവിടെ തന്നെ പുൾ ബാക്ക് കൊടുത്ത് അല്ലേ. ഇതിനെ പറയുന്ന ലോ പൊളാരിറ്റി എന്ന് പറയും. കാര്യം റെസിസ്റ്റൻസ് വീണ്ടും സപ്പോർട്ടായി വരുന്ന സോണാണ് ലോ പൊളാരിറ്റി. ലോ പൊളാരിറ്റി അതിന് പുൾ ബാക്ക് കൊടുത്തതിന് ശേഷം സ്റ്റോക്ക് ഹ്യൂജ് ആയിട്ട് എസ്കലേറ്റ് ചെയ്തു ഓവർ എ പീരീഡ് ഓഫ് എന്താ പറയണ്ടത് സെയിം ഡേ തന്നെ. അവിടെ കൊടുത്തത് ആ റേഞ്ച് ബ്രേക്ക്ഔട്ട് സംബന്ധിച്ച് 10:05 സ്റ്റോക്ക് ബൈ 2 മണിയോടുകൂടി സ്റ്റോക്ക് 5288 എത്തി. സോ റേഞ്ച് ബ്രേക്ക്ഔട്ട് സംഭവിച്ചത് 5000 സംതിങ് അറൗണ്ട് 5100 സ്റ്റോക്ക് അവിടെ നിന്ന് സംതിങ് അറൗണ്ട് ക്ലോസ് ടു 300 റുപ്പീസാണ്
കൊടുത്തത്. അത് നിങ്ങൾ ATM കോളൊക്കെ എടുത്താൽ അറ്റ്ലീസ്റ്റ് 150 രൂപയാണ് റിട്ടേൺ എന്ന് പറയുന്നത്. സോ ഇഫ് ഐ എം കറക്റ്റ് 200 നമ്പേഴ്സാണ് ഡിക്സിൻ്റെ ഒരു ലോട്ട് എന്ന് പറയുന്നത്. അപ്പം ലാഭമൊന്നും ആലോചിച്ച് നോക്കുക. പക്ഷേ ഇങ്ങനത്തെ പ്രൈസ് ആക്ഷൻ തറവായിട്ട് പഠിക്കണം, ഇങ്ങനത്തെ പ്രൈസ് ആക്ഷൻ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പഠിക്കണം, ഇങ്ങനത്തെ പ്രൈസ് ആക്ഷൻ്റെ ഡേറ്റ അനാലിസിസ് ലൈറ്റ്നിങ് സ്പീഡ് ചെയ്യാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ട്രേഡ്സ്, ഇങ്ങനത്തെ സ്റ്റോക്ക് ഓപ്ഷൻ ഇൻട്രാഡേ തീർച്ചയായും നിങ്ങൾക്ക് വഴങ്ങത്തുള്ളൂ. ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ കണ്ടുപോകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബുള്ളിഷ് പെനൻറ്റ്, റേഞ്ച് ബ്രേക്കൗട്ട്, വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ, വോളറ്റിലിറ്റി എക്സ്പാൻഷൻ, ഇതൊക്കെ തറവായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. കാര്യം നമ്മൾ ഒരു ചാർട്ട് നോക്കി പഠിച്ചതിന് ശേഷം നമ്മൾ ഇതെല്ലാം ലൈവ് മാർക്കറ്റിൽ പോയാൽ നമുക്ക് കാണണമെന്നില്ല. നമ്മൾ ധാരാളം ഹോംവർക്ക്സ് ചെയ്ത് വേണം എക്സ്പെർട്ടൈസ് ആകാനായിട്ട്, എക്സ്പീരിയൻസ് ആകാനായിട്ട്. സോ താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.